ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അതാരാണെന്നറിയോ? റന. അയ്യോ, റെനേര ഉമ്മ ഒരിക്കൽ ഈ ഇടയ്ക്ക് വെച്ചില്ല ഒരു ലൈവ് ചെയ്തായിരുന്നു. അതിൽ പറയുന്നത് എന്റെ മോളെ ചീവീടെന്ന് വിളിക്കുന്നു. ചീവീടല്ല, ഞാൻ പറയും കീരിയാണ്. കീരി. പലരും പല പേരുകളാണ് ഇട്ടേക്കണത്. ചീവീടെന്ന് എന്റെ മോളെ വിളി. എന്റെ മോക്ക് എത്രേ നാള് വരെ സൗണ്ട് ഇല്ലായിരുന്നെന്ന്. സൗണ്ട് ഇല്ലാതെ ഇരുന്നിട്ട് കിട്ടിയ സൗണ്ടാണ്. അത് ബാക്കിയുള്ളവന്റെ മണ്ടയ്ക്ക് കയറാനുള്ള സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപാരം തന്നെ കേട്ടാ. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ മൂത്ത് നരച്ച് നിക്കണമെന്നും കല്യാണം കഴിക്കൂലെന്നും 10-30 വയസ്സായെന്നും ഒക്കെയാണ് പറയണത്. അതാ ഒന്നാ സഹിക്കാൻ പറ്റാത്ത പട്ടി 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 പട്ടി. അതാരെയാണെന്നറിയാ വിളിച്ചത്? അനുമോള് കഷ്ടം കിച്ചനകത്ത് നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോഴ് പട്ടി പട്ടി. ഇതാണ് അവളെ ബഹുമാനം. അവള് ബഹുമാനിക്കണം ഇങ്ങനെയാണ്, വയസ്സിന് മൂത്തോര. പ്രായം കുറവാണെന്ന് പറഞ്ഞ അതിനകത്തുള്ള അവരെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരെല്ലാം കൊച്ചിന് ലൈസൻസ് കൊടുത്തു വെച്ചേക്കാണ്. കുഞ്ഞല്ലേ, പാവല്ലേ എന്നൊക്കെ. പക്ഷെ ഈ 19 വയസ്സുള്ള സാധനത്തിന്റെ വായിന്ന് വരണത് ഇമാതിരി വർത്താനങ്ങളാണ്. ഇത് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ വിളിക്കണമെങ്കിലും വെളിയില് കോടാനുകോടി ജനങ്ങളാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെന്താണ് വിചാരിക്കണത്? ഇവർക്ക് നെഗറ്റീവാണ് ഇവര് വിചാരിക്കണ. ഇവരീ കാണിക്കണ പോക്കൃത്തരെ അത്രയും പോസിറ്റീവായിട്ടാണ് മാസാണെന്നാണ് വിചാരം. അത് അങ്ങനെയാണ് വിചാരിച്ചില്ല. പക്ഷെ ഫുള്ള് നെഗറ്റീവായിട്ടാണ് പോണത്. ഒരിതും ഇല്ലാതെ ചെന്നിട്ട് കാമുകനെ കുറിച്ച് പറയണ്. ബിഗ് ബോസില് ഫാമിലി വരണത് എന്റെ ഒലിപ്പ് വരി. സത്യം പറഞ്ഞ റെന ഫാത്തിമായ വേർത്ത് ജനങ്ങൾ. അല്ല, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ആ കൊച്ചിന്റെ ഉള്ളില് ഇല്ല. ശരിക്കും അനുമോള് ടാർഗറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഉള്ള അതിനകത്തുള്ള ആൾക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റി. രാത്രി ഒരു അടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പൊരിഞ്ഞ അടി ഉണ്ടായി. അനുമോള്, ആര്യൻ, അപ്പാനി ശരത്ത്, അതുപോലെ അക്ബർ, പിന്നെ ആദില നൂറ, ഇവരെല്ലാരും കൂടെ ഇന്നലെ ഒരു പൊരിഞ്ഞ ഷാനവാസ്, ഇവർ ഇത്രയും പേര് ഭയങ്കര അടിയായിരുന്നു രാത്രി. അത് കണ്ടാണ് ലൈവില്. ആ സമയത്ത് ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് നൂറ കുത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഒറ്റ മനുഷ്യന്മാർ പോലും വാ തുറക്കണില്ല. അനുമോള് സംസാരിച്ച് തുടങ്ങുമ്പം, അനുമോൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോ ആ ഗ്രൂപ്പ് അവിടെ അതിനകത്തുള്ളത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അനുമോൾ സംസാരിക്കുമ്പം അക്ബർ തിരിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനെ ഏറ്റുപിടിച്ച് അപ്പാനി ശരത്ത് സംസാരിക്കുന്നുണ്ട്, അതുപോലെ റെന സംസാരിക്കുന്നുണ്ട്, ജിസേൽ സംസാരിക്കുന്നുണ്ട്, നെവിൻ സംസാരിക്കുന്നുണ്ട്, ബീനി സംസാരിക്കുന്നുണ്ട്. ഇവർ ഇത്ര പേരാണ് ഒരു ഗ്രൂപ്പ് ആണെന്ന് അനുമോള് സംസാരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. ഇപ്പൊ പോരെങ്കിൽ ശൈത്യ, ഇപ്പോഴല്ല ശൈത്യ, ഈ കുറച്ച് ദിവസം മുമ്പേ നമുക്ക് മനസ്സിലായി ശൈത്യ വിഷമാണെന്ന്. വിഷം എന്ന് പറഞ്ഞാ ഇല്ല 8 അടി മൂർഖനാ 10 അടി മൂർഖനാക്കൊണ്ടല്ലോ, അതിനെ കാട്ടി കഷ്ടമാണ്. കൂടിയനാണ് ഈ ശൈത്യ എന്ന് പറയുന്ന സാധനം. ഈ അനുമോള കാര്യങ്ങള് രാത്രി ആയിരുന്നാലും അനുമോക്കൊന്നും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ അവള് സ്നേഹമാണ്. അവളെ കൂട്ടുകാരി എന്നുള്ള നിലയ്ക്ക് അവള് സ്നേഹിക്കുന്നുണ്ട്. രാത്രി ഒരുമിച്ചാണ് കിടക്കണത്. അതുപോലെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നത്. ഈ അനുവിന് ഇന്നലെ മനസ്സിലായി കാണും. ലാലേട്ടൻ വന്നപ്പോഴത്തേക്കും ശൈത്യനോട്, അതെന്താ ശൈത്യ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അനുവിന്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേന്ന് വെച്ചപ്പോഴത്തേക്കും, അല്ല ലാലേട്ടാ, ഞാൻ പറഞ്ഞായിരുന്നു അനുമോളോട് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്, പക്ഷെ അനുമോള് കേട്ടില്ല ലാലേട്ടാ. ശൈത്യയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂടെ കിടന്നിട്ട് രാത്രിയുള്ള കാര്യങ്ങള് എന്തെങ്കിലും പിടിച്ചും കൊണ്ട് മറ്റേ അപ്പാനി ശരത്തിന്റെ അടുത്തും ആ കൂട്ടത്തോടെയുള്ള ഗ്രൂപ്പിന്റെ അടുത്ത് ചെന്നിരുന്നും കൊണ്ട് കുശ് പറയും. എന്നിട്ട് അവരെ വായിന്ന് വല്ല പിടിച്ചിട്ട് ഒരു ചെറിയ ഒരു ന്യൂസ്, ഇപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞടി, ഇവിടെ ഇങ്ങനെ പറഞ്ഞടി എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ ഇന്നലെ അനുമോക്ക് അതിനുശേഷം ഒരു ചെറിയ ഒരു ഇത് തന്നെ കിട്ടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിനെ അനു പക്ഷെ വീണ്ടും അവള് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന നമ്മള് മനസ്സിലാക്കിയെടുത്തോളം അനു ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഒരാളെ വിശ്വസിച്ച് അങ്ങ് കണ്ണടച്ചങ്ങ് അങ്ങനെയാണ്. അനുവിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. സാഡിസ്റ്റുകളാണ് അതിനകത്തിരിക്കുന്ന മൊത്തം. അക്ബർ, ആ ഒരു ടീം ഉണ്ടല്ലോ, അക്ബറും പാവാട ടീം, ഫുള്ള് വള്ളി നിക്കർ ടീം, ഇവന്മാര് ഫുള്ള് സാഡിസ്റ്റുകള്. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞതിന് തൊട്ട് മുമ്പ് പാവേനെ കെട്ടുതൂക്കിയ ഒരു സീൻ നമ്മൾ കണ്ടതാണ് എപ്പിസോഡില്. അതിന്ന് എന്തോ മനസ്സിലായി, ആര്യൻ ഇത്രയ്ക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള, 21 വയസ്സേ ഉള്ളെങ്കിലും അയാൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യനാണ്. മാതിരി
സൈക്കോ സ്വഭാവമാണ്. ആ പാവേനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സൂയിസൈഡ് ബിഗ് ബോസ് സൂയിസൈഡ്. പിന്നെ എന്നിട്ട് അവനുണ്ടല്ലോ നെവിൻ പറയുന്നുണ്ട്, ഓ എന്റെ ഫ്രണ്ട് സൂയിസൈഡ്. അനുവിനെയാണ് പറയണത്, ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത് നിക്കണ്, കെട്ടി തൂക്കിയെന്നു പറയണ രംഗങ്ങളാണ്. അതിനകത്തുനിന്നുള്ള ആൾക്കാർക്ക് വയ്യ ശരിക്കും പറഞ്ഞേ. അനുമോൾ എങ്ങോട്ട് പോണ്? ടോയ്ലറ്റിൽ കയറോ, അപ്പോഴ അനുമോൾ ദോ പോണ് പട്ടി 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 ദോ പോണ്, അവള് ദോ പോണ്. അനുമോളെ വെച്ചാണ് അവിടെ ഉള്ളവര് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനത്രയും പോണത്, അതിനൊക്കെ നെഗറ്റീവാണ് പോണത്. ഈ ആകെ പ്രതീക്ഷ ഉള്ളത് വൈൽഡ് കാർഡ് അകത്ത് കയറുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ ആര്യനും ടീമിനും അവരാ പാവാട് ടീമിനിട്ട് കൊളുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നൈസായിരിക്കും, കളി മാറും. ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഒരാള് മാത്രം എഴീച്ച് നിന്ന് തന്റെ ഇടത്തോടുകൂടി പറഞ്ഞ നമ്മുടെ അനീഷ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ അയ്യോ എന്തോ ഒരു സന്തോഷം എന്ന് പറഞ്ഞാ ആ ഒരു കുട്ടിക്കൊപ്പം നിന്നത്, ഒരേ കാര്യങ്ങൾ കണ്ടതും പറഞ്ഞത് അനീഷ് മാത്രമാണ്. അല്ലാതെ ഒറ്റ എണ്ണം പറഞ്ഞില്ല, എല്ലാ എണ്ണവും ഗ്രൂപ്പ്. അവർക്കൊക്കെ പേടിയുണ്ട് ബാക്കിയുള്ളവർക്കും, മറ്റോരിനി എന്തേര് പറയും എന്നുള്ള ഒരു പേടി കാരണമാണ് ആരും ഒരുവിധപ്പെട്ടവരും മിണ്ടാത്തത്. ആദിലായാലും നൂറായാലും അന്നേരം മിണ്ടിയില്. പിന്നെ ജയിലിൽ കിടന്നപ്പോ മാത്രം അനുമോൾക്ക് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു. ഉള്ളത് പറയാലോ, ജയിലില് അനീഷുമായിട്ട് കിടന്നപ്പം ആ കുട്ടി ഒത്തിരി ഒന്ന് സന്തോഷം കൊണ്ട് അനീഷിന്റെ അടുത്ത് എന്തോ ഒരു സ്നേഹം വരുന്നെന്നറിയാതെ അനീഷ് പറയുന്നുണ്ട്. നമ്മുടെ ശരിക്കും അനീഷിന്റെ ക്യാരക്ടർ സത്യമാണ് കേട്ടോ. ബിഗ് ബോസിന്റെ തുടക്കമൊന്നും നമുക്ക് ആരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവരുടെയൊക്കെ റിയൽ ഫേസ് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ആദ്യം അനീഷ് ആൾക്കാരെയൊക്കെ ട്രിഗർ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് വിചാരിച്ചു, ഇയാൾ എന്തിങ്ങനെ സംസാരിക്കുന്ന, ഭയങ്കര അരോചക, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കണേ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അനീഷിന്റെ അടുത്തൊരു റെസ്പെക്ട് തോന്നി തുടങ്ങി. അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മനുഷ്യനാണ് ശരിക്കും. സത്യം മനുഷ്യത്വമുള്ള ഒറ്റ ഒരാള് അതിനകത്ത് അനീഷാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ബുദ്ധിപൂർവം കളിക്കണം. ഇതിപ്പം അവര് ഗ്രൂപ്പായിട്ട് ഇന്നും കണ്ടതാണ്, ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ശൈത്യ ചെന്ന് അടുത്തിരുന്ന് കുനു തോന്നണം എന്ന് തന്നെ പറയാം, കുനു തോന്നുന്നുണ്ട്. അപ്പോഴ് ഈ പിന്നെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ശൈത്യ പറയുന്നു പോണെന്ന് പറയുന്നു. അനീഷ് നടക്കുന്നു കേൾക്കുന്നു. എന്നിട്ട് പക്ഷെ ഈ ആളെന്തോന്ന് ഇത് അനീഷ് മൈൻഡ് ചെയ്യാത്ത ലക്ഷണത്തിൽ നടക്കുന്ന സംഭവം അനീഷ് എല്ലാം കേൾക്കുന്നുണ്ട്. അതുപോലെ അനീഷ് സത്യം പറഞ്ഞ അതിനകത്തുള്ള ഗ്രൂപ്പുകൾ സിംഗിൾ ആയിട്ട് നിന്ന് പൊളിക്കാനാണ് നോക്കുന്നത്. ഈ ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ശരിക്കും. അപ്പം പട്ടി കുറയ്ക്കുന്ന അപ്പാണി ശരത്ത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ സമയത്ത് അനീഷ് എടുത്ത് പറയുന്നുണ്ട്, ആരാണ് ഉറങ്ങിയതെന്ന് പോയി കണ്ടുപിടിക്കണം. അതായത് അനീഷിനറിയാം അപ്പാനി എന്ന് പറയുന്ന ആള് ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റൻ നിൽക്കേണ്ടത് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കേണ്ടത്. അതായത് 18 പേരുണ്ടെങ്കിൽ 18 പേരുടെ അടുത്ത് ഒരുപോലെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അപ്പാനി അങ്ങനെയല്ല നിൽക്കുന്നത് എന്ന് അനീഷ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അടുത്ത് നിന്ന് ആര്യൻ ഉറങ്ങിയിട്ടും ഒരക്ഷരം പോലും ക്യാപ്റ്റൻ മിണ്ടിയില്ല. അതെന്താണെന്ന് ധൈര്യമായിട്ട് അനീഷ് ചോദിച്ചു. വേറെ ആരും അവിടെ ചോദിച്ചിട്ടില്ല. അപ്പാനീരെ മടിയിൽ കിടന്നാണ് ഉറങ്ങണത്, നല്ല ഉറക്കം. എന്നിട്ടില്ല കുഞ്ഞു കുട്ടികളുണ്ടല്ലോ പാല് കുടിക്കുമല്ലോ, ഉറക്കത്തില് നല്ലതുപോലെ കിടന്നുറങ്ങും. എന്നിട്ട് പറയണേ ഞാൻ കാല് മൂവ് ചെയ്ത്, ഞാൻ കൈ മൂവ് ചെയ്ത്, ഞാൻ അറിഞ്ഞ പെർപെൻഡിക്കുലറായിട്ട് കാല് മൂവ് ചെയ്ത് ബിന്നി പറയാണ്, അയ്യോ അവന്റെ കാലൊക്കെ അനങ്ങി, കാലൊക്കെ. ബിന്നി ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ ശൈത്യ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മൊണ്ണ, അയ്യേ അഡ്വക്കേറ്റ് വരെ പറയിക്കാനുണ്ടായ ശൈത്യാണ് വേറും മൊണ്ണ. പറഞ്ഞു പോണതാണ് സത്യം പറഞ്ഞ. നമ്മള് ഈ എപ്പിസോഡൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്തോ നീ കാണിക്കണ കച്ചറാണ്, ചവറ്. അപ്പാനിയൊക്കെ വെറും ലോക്കല് സാധനം. ആദ്യം ഔട്ടായി പോവാനുള്ളതായിരുന്നു അവന്റെ അഹങ്കാരം. സത്യം പറയാല്ല, ഇന്നലെ അവന്റെ അഹങ്കാരം തീരാനുള്ളതായിരുന്നു. ആ നാറി എന്തിനാണ് അതുപോലെ ആയിരിക്കണം. ഇന്നലെ എവിക്ഷൻ നടക്കണമായിരുന്നു. അപ്പൊ ഈ വോട്ട് ചെയ്തവന്മാരെല്ലാം മണ്ടന്മാരാണ്. ബിഗ് ബോസ് അങ്ങനെ ചെയ്യരുത്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സത്യം പറഞ്ഞ ആര്യൻ ഔട്ടാവാൻ വേണ്ടി ഒനിയിലൊക്കെ വോട്ട് ചെയ്ത് വെറുതെ വോട്ട് കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ആര്യനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആര്യനെ പിടിച്ച് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ വോട്ട് ചെയ്തവന്മാരെല്ലാം മണ്ടന്മാരെ സപ്പോർട്ട് ചെയ്യൂല. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാർക്ക് സപ്പോർട്ട് ചെയ്യരുത്. എവിക്ഷൻ പ്രോസസ് ഉണ്ടെങ്കിൽ എവിക്ട് ചെയ്തങ്ങ് കളയണം. അതിനകത്ത് പിന്നെ ഇട്ടിരിക്കരുത്. പിന്നെ വോട്ട് ചെയ്യണം. പിന്നെ വോട്ടിംഗ് എന്ന് പറഞ്ഞ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു പെൺകുട്ടിയെ എത്രത്തോളം അതിനകത്തിട്ട്
വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവര് മാക്സിമം ശ്രമിക്കുന്ന അതിനകത്തുള്ള ഒരു പ്ലെയറിനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ പറ്റുമെങ്കിൽ ഔട്ടാക്കുക. അതാണ് അതിനകത്തുള്ള ഓരോരുത്തരുടെ ലക്ഷ്യം. ഓക്കെ, ട്രിഗർ ചെയ്യിക്കുന്നതാണ്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആളെ ബുള്ളി ചെയ്യുമ്പം നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ചില മനുഷ്യന്മാർ കരഞ്ഞു പോവും, ഇമോഷണൽ ആവും. നമുക്ക് ഹേർട്ട് എന്ന് പറഞ്ഞ സാധനമില്ല, അത് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞു പോയി. പക്ഷെ അനുമോള് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. അത്രയും ബോൾഡായ കൊച്ച്. ആദ്യമൊക്കെ ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോ കരഞ്ഞോണ്ടിരുന്നത് പിന്നെ പിന്നെ ഇവരിങ്ങനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പം അതിന് അത്രയും കരയാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ്. ലാലേട്ടൻ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ കൂടുതൽ അനുമോളെയാണ് വഴക്ക് പറയുന്നതായിട്ട് കാണുന്നത്. ഇന്നലെ തന്നെ അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നത്തില് ലാലേട്ടൻ സംസാരിച്ചപ്പോ അനുമോളെ ഒരുപാട് വഴക്ക് പറയും നമ്മൾ കാണാം. അപ്പൊ നമ്മൾ ശരിക്കും ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ അനുമോളെ മാത്രം വഴക്ക് പറയുന്നത്? അതേസമയം ജിസേലിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ജിസേൽ നല്ലൊരു ഗെയിമർ ആണെന്ന് അറിയാം. അങ്ങനെ ഒരു രീതിയിൽ, അതായത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി അനുവിനോട് സംസാരിച്ചതിനേക്കാളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അതിനകത്തുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണോ അങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതായത് അതിനകത്തുള്ളവർക്കൊരു ധാരണ ഉണ്ടാക്കുക, അതായത് അനുമോൾക്ക് പുറത്ത് ഹേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സാധനം ഇട്ട് കൊടുക്കുന്നതാണോ എന്നറിയില്ല. എന്നിട്ട് അകത്തുള്ള ഒരു മാക്സിമം ഹേറ്റ്രഡ് അവരെടുത്ത് അനുവിനെ കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഈ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർ വെറുക്കും. തെറ്റിദ്ധാരണ പരത്തുന്നതാണോ എന്ന് അറിഞ്ഞൂടാ ലാലേട്ടൻ, അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ലാലേട്ടൻ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം അവിടെ വീണ്ടും ആര്യൻ ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഡ്രസ്സ് മടക്കിക്കൊണ്ട് നിൽക്കണ്, വാരി വിതറി ഇട്ടിരിക്കുന്നു. അനുമോള് അങ്ങേ അറ്റത്തായി പോയി, വേറെ ആരോടെ ഉണ്ടെന്ന് തോന്നുന്നു, കൈ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴേ അവിടെ നിന്ന് മറികടന്ന് വരെ ഇവ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്ന് വന്ന വഴിക്ക് അനുമോളെ കാല് ശകലം കയറി തട്ടിയ ഇവൻ ദേഷ്യത്തിൽ ഒരൊറ്റ ചവിട്ട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അറിഞ്ഞോണ്ട് ഏതെങ്കിലും വഴി കൂടെ പോണ ഒരു മനുഷ്യന്റെ കാലിൽ നമ്മൾ അറിഞ്ഞോണ്ട് ചവിട്ടുവോ? അവിടെ അനുമോളെ വെളിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രത്തോളവും നടക്കുന്നത്. നടക്കൂല. അനുവിന് കുറച്ചുകൂടെ ധൈര്യം വന്നതേ ഉള്ളു. ഇവരെത്രത്തോളവും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അനു ഇന്ന് പറയുന്നുണ്ട് എല്ലാരും, ഇപ്പൊ ഷാനവാസ് എല്ലാരും അനുവിന് വേണ്ടി സംസാരിച്ച്, നൂറ ആദില നല്ല അടിപൊളി, നൂറേരെ ആദിലേരെ രക്ഷയില്ല കേട്ടോ. ഇനി ഓട്ടൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നൂറയ്ക്ക് ഞാൻ പറയുന്ന ടോപ്പ് 5 ആദില, നൂറ. ഇതിൽ ആദില ഇല്ലെങ്കിലും നൂറെങ്കിലും വരണം. നൂറ കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. നൂറ, അനുമോള്, അനീഷ്, ഷാനവാസ്, സത്യം ഇങ്ങനെയുള്ളവരാണ് വരേണ്ടത്. ഇവരാണ് അതിനകത്ത് ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫേക്ക് സാധനങ്ങള്, കച്ചറകള്, ഇത്രയും ലോക കൂതറകളെയാണ് അതിനകത്ത് കേറ്റിയിട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി. അടിയുണ്ടാക്കാനായി അക്ബറിനെയൊക്കെ മോന്ത കണ്ടാൽ നമുക്ക് അടിച്ച് മറ്റേ ഭിത്തിയിൽ ഒരയ്ക്കാൻ തോന്നും. പിന്നും കുഴപ്പമില്ല. ഒരു കാര്യം, ഒരു കംപ്ലൈന്റ് ഒരാളെടുത്ത്, അയാള് എന്തോ ടോയ്ലറ്റിലെ ടീമിലെ ക്യാപ്റ്റൻ എന്തോ ആണ്, പുള്ളിനോട് ഒരു കാര്യം ചെന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ മുഖത്തെ പുച്ഛം ഉണ്ടല്ലോ, പുച്ഛം എങ്ങനെ എനിക്ക് വയ്യ. അത് കാണുമ്പോ അടിച്ച് വിട്ടുകൊടുക്കാന്ന്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുവിടെങ്കിലും നമ്മുടെ ജെനുവിൻ റിയാക്ഷൻ ആണ്. ഒരു മലയാളി ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇതാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് സത്യം പറയാലോ, ഭയങ്കരമായിട്ട് എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം, ജയിലിൽ കിടന്നിട്ട് വെളുപ്പാങ്കാലം ആയപ്പോ അപ്പാനി ശരത്ത് വന്നിട്ട് അനുവിന് ടോയ്ലറ്റിൽ പോണോന്നാകണ്ട പറഞ്ഞ് തുറന്ന് വിട്ടുകൊടുത്ത് ടോയ്ലറ്റിൽ പോയി. തിരിച്ചു വന്ന അനീഷ് പോയ സമയത്ത് ഈ അപ്പാനി അകത്ത് കയറി ഗുണ്ടകളൊക്കെ ചെയ്യത്തില്ല, അതുപോലെ അകത്ത് കയറി ആ കൊച്ചിന്റെ കയ്യിലിരുന്ന പാവ എടുത്ത് ദൂരെ മുണ്ട് മടക്കി കുത്തി പോയെടുത്തുണ്ടോ പട്ടിയ കൂട്ടിക്കേറി. മുണ്ട് മടക്കി കുത്തിയിട്ടില്ല, റൗഡികളെ കണക്ക് നിന്നിട്ട് പറയണ് പോയെടുത്തോണ്ടോ അടിയെന്ന്. ഇല്ല പട്ടിക്ക് എല്ലും കഷ്ണവും ബോളും ഒക്കെ എറിഞ്ഞു കൊടുത്തിട്ട് എടുത്തോണ്ട് വരാൻ പറയുന്നക്ക്. എന്നിട്ട് പറഞ്ഞു കേറടി കൂട്ടിക്കേറടി. പട്ടിയാ കൂട്ടിക്കേറ്റണ്. അതുകൊണ്ട് ഈ റെന ഫാത്തിമ ഇന്നും വിളിക്കണേട്ട് അണുപ്പട്ടി. പിന്നീട് പാവയെ കെട്ടി. അത് സഹിക്കാൻ പറ്റും. മനുഷ്യനെ സത്യം പറയാൻ ഒരു പാവയാണെങ്കിലും നമുക്കത് കണ്ടപ്പം ഒരു മനുഷ്യനെ കെട്ടി തൂക്കിയിട്ട് എന്താണ് അർമാദിക്കാണ്, അവന്റെ പൊട്ടിച്ചിരിക്കാണ് എല്ലെണ്ണോ. മരത്തിൽ കെട്ടി തൂക്കിയിട്ട് അത് പറ്റണില്ല, കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റിയങ്ങ് ഇട്ട്. പാവ ആ കൊച്ചു വന്ന് നോക്കിയിട്ട് അതിനെ എടുക്കാൻ പറ്റണില്ല. അങ്ങനെ അനീഷ് എന്ത് മനസാക്ഷി ഉണ്ടെന്ന് നോക്കിയോളണം, വന്ന അഴിച്ച് അവളെ കയ്യിൽ കൊടുത്ത്. ഇവരൊന്നും വെളിയിലിറങ്ങൂലേ? ഇവര് വെളിയിലിറങ്ങി മനുഷ്യന്റെ മുഖത്തല്ലേ ഈ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ട് നോക്കണത്?
വീട്ടിൽ ഈ ആര്യനൊക്കെ ഇച്ചിരി വെളുപ്പുണ്ടെന്നേ ഉള്ളൂ, ഇവനൊക്കെ വീട്ടിലുള്ളവർ എങ്ങനെ സഹിക്കണം? ചുമ്മാ അല്ല അനു പറഞ്ഞ, ഈ വീട്ടിലുള്ളവർ എങ്ങനെ സഹിക്കണം? അനു ചോദിച്ചതാണ്. എന്നെ ഇങ്ങനെ എടി പോടി എന്ന് എപ്പോഴും വിളിച്ച് എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തോണ്ടിട്ട് ആ വീട്ടിലുള്ള ഭാര്യ ആരെങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചതാണ്. ആ തെറ്റ് ഒരു തെറ്റുമില്ല ആ ചോദിച്ചേല്. ഇവരെ ഒന്നും റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തവന്മാര് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്? അതാണ് അനു ചോദിച്ചത്. അതായത് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന്മാർക്ക് നമുക്ക് ഈ ഒരു സാധനം ഇപ്പൊ കണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈവൻ ഒരു 30 സെക്കൻഡുള്ള ഒരു ഷോർട്സ് പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊക്കെ കണ്ട് ചിരിക്കണവന്മാര് സത്യം പറഞ്ഞ സാഡിസ്റ്റുകളാണ്. വേറെ ആരടുത്തും ഇല്ല കേട്ടാ, അനുമോളടുത്ത് മാത്രമേ ഉള്ളൂ. വേറൊരു പെൺകുട്ടിയുടെ അടുത്തും അതിനകത്ത് അങ്ങനെ കാണിക്കുന്നില്ല. നൂറെ ആദിലേക്ക് എന്ത് പറഞ്ഞാലും വാ അടച്ചുപൂട്ടി അവിടെ ഇരിക്കണം. പക്ഷെ അനുമോള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പട്ടീന്നും കുട്ടീന്നും പാട്ടും പാടി, അവൻ പിന്നെ പാട്ട് പാടി അവരെ അനുമോളെ വീട്ടിലുള്ളവര് ഗ്രാമത്തിനെ കുറിച്ച് ഒന്നും പറയണ്ട. ഇപ്പൊ ഈ സത്യം പറഞ്ഞ അനുമോളെ അല്ല, ഈ അക്ബറും ആ ടീം ഉണ്ടല്ലോ, പാവാട ടീം, ആ ടീമുകാര് വന്ന നാട്ടുകാരെയാണ് സത്യം പറഞ്ഞ അവരാണ് നാറി നിക്കണത്. എനിക്ക് തോന്നുന്നു ഈ റെനയുടെയൊക്കെ ബോയ് ഫ്രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയാവും മിക്കവാറും. അടുത്ത എന്താണ് എപ്പിസോഡ് അല്ലെങ്കിൽ ലാലേട്ട നമ്മൾ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യണത് ഇതിനെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. കഴിവുള്ളവന്മാർ അതിനകത്ത് നിന്നിട്ട് ഈ കഴിവില്ലാത്ത കച്ചറകളെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഈ പ്രേക്ഷകർ മൊത്തം വോട്ട് ചെയ്യുന്നത്. ഇത്രയും വോട്ട് ചെയ്തിട്ടും അതിനകത്ത് പിന്നും പിടിച്ചു നിർത്തുന്നതിന്റെ ആവശ്യം എന്തുവാണ്? അതിനെയൊക്കെ പുറത്തിറക്കണം. ഇറക്കാനുള്ളവന്മാരെ എല്ലാം ഇറക്കിയും കളയണം. ഇന്നലെ ആര്യം പോവാനുള്ളതായിരുന്നു. പോയിരുന്നെങ്കിൽ ഇന്നലെ ആ വിഷയം അവിടെ ഇല്ലായിരുന്നു. അവന് വോട്ടൊട്ടും ഇല്ലായിരുന്നു. അവൻ പോവാനുള്ളതായിരുന്നു ഇന്നലെ. അവനെ വീണ്ടും അവിടെ പിടിച്ചിട്ടിരിക്കണം. വാഴയുള്ള അടുത്ത ഇതിനെങ്കിലും പുറത്തിറക്കി കളയണേ പ്ലീസ്.